കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9, തിരുവചനങ്ങൾ 22 മുതൽ. അക്കാലത്ത് അവൻ അരുൾ ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുന്നത് തീരുമാനങ്ങളിലാണ്. എൻ്റെ ജീവിതത്തിൻ്റെ 1 മണിക്കൂർ എടുത്താൽ ആ 1 മണിക്കൂറിൽ തന്നെ എത്ര തീരുമാനങ്ങൾ ഞാൻ എടുക്കുന്നുണ്ട്, നമ്മൾ എടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇന്ന് രാവിലെ എപ്പോൾ എണീക്കണമെന്നുള്ളത് നമ്മുടെ തീരുമാനമായിരുന്നു. ഒരുപക്ഷെ ക്ഷീണമുണ്ടായിരുന്നിരിക്കാം, ഫ്രഷായിരുന്നിരിക്കാം, എങ്കിലും എപ്പോൾ എണീക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇനി പള്ളിയിലേക്ക് വരുന്നതിന് മുൻപ് ബലിയർപ്പിക്കാനായിട്ട് വരുമ്പോൾ ഏത് ഡ്രസ്സ് ധരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. ഇവിടെ വന്നപ്പോൾ ഏത് സീറ്റിലിരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ ജീവിതം ഓരോ നിമിഷവും ഇങ്ങനെ കുറേ തീരുമാനങ്ങളുടെയൊക്കെ ആകത്തുകയാണ്. ഇപ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത നിമിഷത്തെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇന്നത്തെ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളുടെയും ഉത്തരവാദിത്വം നമ്മുടെ മേലുണ്ട്. ഏത് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൽ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നൊരു കാര്യം ഇതാണ്: ഞാൻ നിൻ്റെ മുൻപിൽ ജീവനും മരണവും നന്മയും തിന്മയും വെച്ചിരിക്കുന്നു. ഏത് തിരഞ്ഞെടുക്കണമെന്ന് നിനക്ക് തീരുമാനിക്കാം. പ്രഭാഷകൻ 15:15 ഇതേ കാര്യമാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ജീവനും മരണവും അഗ്നിയും ജലവും നിൻ്റെ മുൻപിലുണ്ട്. ഏത് തിരഞ്ഞെടുക്കണം എന്ന് നിനക്ക് തീരുമാനിക്കാം. പക്ഷേ നീ ദീർഘനാൾ അനന്തകാലം ജീവിക്കേണ്ടതിന് നന്മ അല്ലെങ്കിൽ ജീവൻ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വചനം നമ്മളോട് പറയാം. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന, മനുഷ്യകുലത്തിന് തന്നിരിക്കുന്ന, നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ഫ്രീഡം. ഏത് പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും യെസ് അല്ലെങ്കിൽ നോ പറയാൻ, വേണം അല്ലെങ്കിൽ വേണ്ട എന്ന് പറയാൻ ഉള്ള തീരുമാനവും അതിനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിയുമ്പോൾ ആ തീരുമാനത്തിൻ്റെ പരിണിത ഫലങ്ങളിലൂടെയും ഞാൻ കടന്നു പോകേണ്ടിയിരിക്കുകയാണ്. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ട് അതിൻ്റെ പരിണിത ഫലം ഞാൻ അനുഭവിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഏത് സാഹചര്യത്തിലാണെങ്കിലും പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ മുൻപിൽ, നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുകയാണ്. ഏത് തീരുമാനം അവനെടുക്കും, അവൻ എങ്ങോട്ട് ചാഞ്ഞു നിൽക്കും? ദൈവസന്നിധിയിലായിരിക്കുന്ന ഈ ഒരു നിമിഷം നമുക്ക് ആത്മശോധന ചെയ്യാം. ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ കഷ്ടപ്പെടുന്നവരായിരിക്കാം. അതല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളും അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ സാഹചര്യങ്ങൾ മൂലമാണ്, മറ്റു വ്യക്തികൾ മൂലമാണ്, അല്ലെങ്കിൽ ജീവിതത്തിലെ ചില സംഭവങ്ങൾ മൂലമാണ് ഇങ്ങനെയൊക്കെ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞേക്കാം. പക്ഷെ അതിൽ കാര്യമില്ല. ഏതൊരു സാഹചര്യത്തിലും ഇപ്പോൾ ഒരാൾ എൻ്റെ തലയിൽ തോക്ക് കൊണ്ട് വെച്ചിട്ട് മറ്റൊരാളെ വധിക്കുക എന്ന് പറഞ്ഞാൽ പോലും ഞാനത് ചെയ്യണോ വേണ്ടയോ എന്ന് അവസാന നിമിഷം വരെ തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അതിനാൽ പ്രിയമുള്ളവർ, ഈ ഒരു നോമ്പ് കാലത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യം, ഉചിതമായത് തിരഞ്ഞെടുക്കുക. യെസ് പറയാനും നോ പറയാനും യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമുള്ളിടത്താണ് നീ ശരിക്കുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. ചില ആളുകൾ പറയാം, എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ, എനിക്ക് താല്പര്യമുള്ളത് ചെയ്യാൻ, എനിക്ക് സുഖമുള്ളത് ചെയ്യാൻ എന്നെ അനുവദിക്കുന്നിടത്തും എനിക്ക് സാധിക്കുന്നിടത്തുമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന്. എന്നാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം ഒരേപോലെ അതെ എന്ന് പറയാനും അല്ല എന്ന് പറയാനും നമുക്ക് സാധിക്കുന്നിടത്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യമുള്ളൂ.
ഒരാൾ പറയുകയാണ്, എന്നെ മദ്യപിക്കാൻ അനുവദിക്കുന്നിടത്ത് അതെൻ്റെ സ്വാതന്ത്ര്യമാണ്, എനിക്കിഷ്ടമുണ്ട് മദ്യപിക്കാൻ, അല്ലെങ്കിൽ മദ്യം കഴിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് പറയുന്നിടത്ത് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ ഇഷ്ടമുള്ളതിനോട് നോ എന്ന് പറയാൻ, വേണ്ട എന്നുകൂടി പറയാൻ പറ്റുന്നിടത്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യമുള്ളത്. എനിക്കിഷ്ടമുള്ളതിനോട് വേണ്ട എന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവിടെ പൂർണ്ണമായ സ്വാതന്ത്ര്യമില്ല. പിന്നെയോ എനിക്കിഷ്ടമുള്ളത് എന്നെ ഭരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗത്തെ കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുവാണ്, ഈ ഒരു നോമ്പ് കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെങ്കിലും കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 3 കാര്യങ്ങളാണ്. 1, സ്വയം പരിത്യജിക്കുക. 2, അനുദിനം നിൻ്റെ കുരിശെടുക്കുക. 3, കർത്താവിനെ അനുഗമിക്കുക. ഈ 3 കാര്യങ്ങളാണ് ഓരോ വിശ്വാസിയിൽ നിന്നും വചനം ആവശ്യപ്പെടുന്നത്. ഒന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം, സ്വയം പരിത്യജിക്കുക. ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അതാണ്, സ്വയം പരിത്യജിക്കുക, സെൽഫ് ഡിനായൽ. എന്താണ് സ്വയം പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ? ഞാൻ എനിക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെ ഞാൻ മാറ്റി നിർത്തുക. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഏത് ഘട്ടത്തിലാണെങ്കിലും ഞാൻ എന്നെ തന്നെ പ്രധാനപ്പെട്ടതായിട്ട് കരുതാറുണ്ട്. എൻ്റെ ചിന്തകൾ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ താല്പര്യങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. ഞാൻ സ്നേഹിക്കപ്പെടണം, ഞാൻ അംഗീകരിക്കപ്പെടണം, ഞാൻ ആദരിക്കപ്പെടണം, ഞാൻ ബഹുമാനിക്കപ്പെടണം, മറ്റുള്ളവർ എന്നോട് ആലോചിക്കണം, മറ്റുള്ളവർ എൻ്റെ തീരുമാനങ്ങൾ ശരിവെക്കണം എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നിടത്തെല്ലാം പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടും ഗൗരവമുള്ളതായിട്ടും ഞാൻ എന്നെ തന്നെ കരുതുകയാണ്. ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഒരു സാഹചര്യമുണ്ടെങ്കിൽ, അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. എന്ത് തീരുമാനമെടുക്കണം, എങ്ങനെ ഇതിനെ പരിഹരിക്കണം എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് കരുതുന്നിടത്തും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എന്നെ തന്നെ കരുതുകയാണ്. വ്യക്തികളുടെ മേൽ, സാഹചര്യങ്ങളുടെ മേൽ അധികാരം ഞാൻ ആഗ്രഹിക്കുമ്പോൾ, ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം, ഞാൻ കരുതുന്നത് പോലെ മറ്റുള്ളവർ പെരുമാറണം എന്നൊക്കെ ചിന്തിക്കുന്നിടത്ത് ഇതേ കൺട്രോള് നമ്മൾ എടുക്കുവാണ്. വചനം നമ്മോട് പറയുന്നത് എന്താ? നിന്നെ തന്നെ പരിത്യജിക്കുക. നിന്നെ ആ പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിന്ന് നിന്നെ മാറ്റുക. ദൈവത്തിന് നിന്നെ തന്നെ സമർപ്പിച്ച് നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ ജീവിതത്തിൽ കർത്താവിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം നൽകുക. നിൻ്റെ ഇഷ്ടങ്ങളെ മാറ്റി നിർത്താൻ നിനക്ക് സാധിക്കണം. നിൻ്റെ താല്പര്യങ്ങൾ, നിൻ്റെ എല്ലാ തരത്തിലുമുള്ള ഇഷ്ടാനിഷ്ടങ്ങളോട് നോ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നിനക്കുണ്ടാവണം. സ്വയം പരിത്യജിക്കുക. നിന്നെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടും ഏറ്റവും ഗൗരവമുള്ളൊരു വ്യക്തിയായിട്ടും കരുതാതിരിക്കുക. അതിനു പകരം കർത്താവിനെ, എല്ലാറ്റിലും ഉപരി കർത്താവിനെ ഓരോ ജീവിത നിമിഷത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കരുതി കർത്താവിന് നിന്നെ തന്നെ വിട്ടുകൊടുക്കുക. അതല്ലാത്ത പക്ഷം നമ്മൾ പലപ്പോഴും നമ്മുടേതായ തീരുമാനങ്ങൾ, നമ്മളെ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നിടത്ത്, നമ്മളെ തന്നെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് നിർത്തുന്നിടത്ത് നമ്മൾ നാശത്തിലേക്ക് വീണുപോയേക്കാം. അതുകൊണ്ടാണ് ചില സാഹചര്യങ്ങളിലൊക്കെ എന്നെ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന പരിശ്രമങ്ങളിൽ തിന്മയിലേക്കും നാശത്തിലേക്കും ഓരോ വ്യക്തികൾ പോകുന്നത്. രണ്ടാമതായിട്ട് തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശെടുക്കുക. അനുദിനം നിൻ്റെ കുരിശ് വഹിക്കുക. പ്രിയമുള്ളവരെ, ജീവിതം നമുക്ക് സമ്മാനിക്കുന്നതിനോട് 2 കൈയും നീട്ടി ആമേൻ പറയാൻ നമുക്ക് പറ്റണം. ലൂക്ക 10:8 നമ്മൾ വായിക്കുന്നൊരു കാര്യം ഇതാണ്: വിളമ്പുന്നത് ഭക്ഷിക്കുക. ജീവിതം നിനക്ക് സമ്മാനിക്കുന്നത് എന്താണോ അതിനോട് പൂർണ്ണ ഹൃദയത്തോടെ, സ്നേഹത്തോടെ ആമേൻ പറയാൻ പറ്റണം. അത് ശരീരമാകാം, കളറാകാം, കഴിവുകളാകാം, ഒരുപക്ഷെ കുടുംബജീവിതമാകാം, നിങ്ങൾ ജനിച്ച വീടായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ആയിരിക്കാം. ജീവിതം നിനക്ക് സമ്മാനിക്കുന്നതിനോട് അത് ദൈവഹിതമാണെന്നുള്ള ബോധ്യത്തിൽ ആമേൻ പറയാൻ പറ്റണം. പലപ്പോഴും നമ്മളെ തന്നെ പരിത്യജിക്കാത്തിടത്ത് ഈ ഒരു സ്വീകരണം നമുക്ക് സാധ്യമാകുന്നില്ല. നമ്മളെ തന്നെ വിട്ടുകളയാത്തിടത്ത് നമ്മൾ പറയുകയാണ്, നമ്മൾ റെസിസ്റ്റ് ചെയ്യുവാണ്, നമ്മൾ ധിക്കാരപൂർവ്വം ധാർഷ്ട്യത്തോടെ പെരുമാറുവാണ്. ഇത് പറ്റില്ല, ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ പോകണം. എന്നെ തന്നെ മാറ്റി നിർത്തിയാലേ ദൈവം എനിക്ക് സമ്മാനിക്കുന്നതിനോട് ആമേൻ പറയാൻ എനിക്ക് പറ്റും. അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ താല്പര്യങ്ങളും ഞാൻ വിചാരിക്കുന്ന രീതിയിൽ തന്നെ ജീവിതം പോകണം, ഞാൻ പറയുന്നത് തന്നെ ശരിയെന്ന് മറ്റുള്ളവർ വെക്കണം എന്നുള്ള വ്യഗ്രതയിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കലുഷിതമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുക. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മളോട് തന്നെ ആത്മശോധന ചെയ്യാം. എൻ്റെ ജീവിതം എനിക്ക് സമ്മാനിക്കുന്നതിനോട് ആമേൻ പറയാൻ എനിക്ക് പറ്റുമോ? എനിക്ക് തരുന്ന മാതാപിതാക്കൾ, എനിക്ക് തരുന്ന ജീവിത പങ്കാളി, എൻ്റെ ജോലി സാഹചര്യങ്ങളോട്,
കർത്താവെ, ഇത് നീ അനുവദിക്കുന്നതാണെങ്കിൽ ഇത് ഏറ്റെടുക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇത് ഞാൻ മാറ്റേണ്ടതാണെങ്കിൽ അത് തിരിച്ചറിയുവാനുള്ള വിവേകം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നീ എൻ്റെ ജീവിതത്തിൽ സമ്മാനിക്കുന്ന രോഗങ്ങൾ, ദുഃഖങ്ങൾ, ഞെരുക്കങ്ങൾ, കഷ്ടപ്പാടുകളോട് എങ്ങനെ പ്രതികരിക്കണമെന്നുള്ള വിവേകം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ജീവിതത്തോട് മല്ലടിക്കാതെ, ദൈവത്തോടും ദൈവഹിതത്തോടും മല്ലടിക്കാതെ അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാറ്റിനും ഉപരിയായി കർത്താവ് പറയുകയാണ്, എന്നെ അനുഗമിക്കുക. ഞാൻ നടക്കേണ്ട വഴി കർത്താവാണ്. ഞാൻ സ്വീകരിക്കേണ്ട സത്യം കർത്താവാണ്. ഞാൻ ജീവിക്കേണ്ട ജീവിതം ക്രിസ്തുവാണ്. ഞാനായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും ക്രിസ്തു നടന്ന കാൽപ്പാടുകളിലൂടെയാണോ ഞാൻ നടക്കുന്നത്? ഈശോയെ മാതൃകയാക്കിയാണോ ഞാൻ മുന്നേറുന്നത്? എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഈശോ ഇവിടെ ഇപ്പോൾ എന്നിൽ നിന്നും എന്താവശ്യപ്പെടുന്നു, എന്താഗ്രഹിക്കുന്നു എന്ന ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.